ഭൂമിയിൽ അധർമ്മം വഴിമുട്ടുമ്പോൾ കാലം പുതിയ രൂപം തേടി മഹാവിഷ്ണുവിന്റെ ആ 10 മഹാവതാരങ്ങളിലൂടെയുള്ള ഒരു യാത്ര ഇന്ന് നമ്മുടെ മുന്നിൽ തെളിയുന്നത് മഹാവിഷ്ണുവിന്റെ ബലരാമാവതാരം. തിന്മയുടെ അന്ത്യം കുറിക്കാൻ ആ ശക്തി എങ്ങനെ അവതരിച്ചു എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഭൂമിക്ക് താങ്ങായി നിൽക്കുന്ന അനന്തശായിയായ ആദിശേഷൻ അധർമ്മത്തിന് അന്ത്യം കുറിക്കാൻ അവതരിച്ച രൂപം. ശ്രീകൃഷ്ണന്റെ നിഴലായി കരുത്തിന്റെ പര്യായമായി വർത്തിക്കുന്ന ജ്യേഷ്ഠൻ. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ വേറിട്ടു നിൽക്കുന്ന വ്യക്തിത്വം ബലരാമാവതാരം. വെള്ള വസ്ത്രധാരിയായി കയ്യിൽ കൽപ്പയുമായി അദ്ദേഹം ലോകത്തിനു മുന്നിലെത്തി. ആയുധങ്ങൾ കൊണ്ടല്ല, അധ്വാനം കൊണ്ടാണ് ഭൂമി ഐശ്വര്യപൂർണമാക്കേണ്ടതെന്ന് ബലരാമൻ കാട്ടിത്തന്നു. കൃഷിയുടെയും കഠിനാധ്വാനത്തിന്റെയും സംരക്ഷകനായ അദ്ദേഹം ഹലായുധൻ എന്ന് വിളിക്കപ്പെട്ടു. അമാനുഷികമായിരുന്നു അദ്ദേഹത്തിന്റെ കരുത്ത്. കാളിന്തി നദിയുടെ ഗതി മാറ്റാനും ശത്രുക്കളെ ഭയപ്പെടുത്താനും ആ ശക്തിക്ക് സാധിച്ചു. ഗദായുദ്ധത്തിൽ അഗ്രഗണ്യനായിരുന്ന ബലരാമൻ ഭീമന്റെയും ദുര്യോധനന്റെയും ഗുരുവായി മാറി. തനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ മുഖം നോക്കാതെ വിയോജിപ്പ് പ്രകടിപ്പിച്ച സത്യസന്ധനായ യോദ്ധാവായിരുന്നു അദ്ദേഹം. കൃഷ്ണലീലകളിൽ ജ്യേഷ്ഠന്റെ സ്നേഹവും തണലുമായി അദ്ദേഹം ഒപ്പം നിന്നു. പ്രപഞ്ചത്തിന്റെ ഭാരമേറ്റുന്ന ആദിശേഷന്റെ അതേ ക്ഷമയും ധീരതയും ബലരാമൻ തന്റെ ജീവിതത്തിലൂടെ പ്രകടമാക്കി. അനീതി കണ്ടാൽ അദ്ദേഹം ശോഭിച്ചു. ധർമ്മത്തിനായി അദ്ദേഹം നിലകൊണ്ടു. ശക്തിയും ശാന്തതയും വിവേകവും ഒത്തുചേർന്ന അവതാരം. പതറാത്ത മനസ്സും ഉറച്ച നിലപാടുകളും നമ്മളെ പഠിപ്പിക്കുന്ന ധീര ചൈതന്യം ബലരാമാവതാരം. അടുത്ത അവതാരം ഏതായിരിക്കും? ആ ശക്തിയുടെ രഹസ്യങ്ങൾ നാളെ നമുക്ക് കാണാം. അത് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം.